തിയേറ്ററുകളിൽ ആള് കയറുന്നില്ല എന്ന കുറെ കാലത്തെ പരാതികൾ എമ്പുരാന് ശേഷം മറ്റൊരു തട്ടുപൊളിപ്പൻ ചിത്രം കാത്തിരുന്ന മമ്മൂട്ടി ഫാൻസാണ് ഇവിടെയുള്ളത്. വീണ്ടും തിയേറ്ററുകൾ നിറയുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഈ സിനിമ വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്? അവസാന അരമണിക്കൂർ കാണികൾ ഒന്നും അല്ലാതായിപ്പോയി. ആ രീതിയിൽ മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം, ഈ അഴിഞ്ഞാട്ടം എന്ന് നമ്മൾ ചുമ്മാ പറയും പോലെ അല്ല, അഴിഞ്ഞാട്ടം തന്നെയാണ്. ഒരു രക്ഷയുമില്ല. അവസാന അരമണിക്കൂർ സീറ്റിൽ ഇരിക്കാൻ സമയം കിട്ടിയില്ല. അത് ഫാമിലി ഉൾപ്പെടെ ഞങ്ങൾ കണ്ടതാണ്. എമ്പുരാനൊക്കെ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതുപോലൊരു ഗംഭീര ചിത്രം, തിയേറ്ററുകളിൽ തരംഗം ഉണ്ടാക്കുന്ന ഒരു ചിത്രം മമ്മൂട്ടിക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ബസൂക്ക നമ്മൾ അങ്ങനെ വലിയ ഹൈപ്പൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. സാധാരണ ഒരു നോർമൽ സിനിമ കാണുന്ന അവർ വേറെ ഹൈപ്പാ കൂടുതലൊന്നും ആദ്യമേ പറഞ്ഞിട്ടില്ല. ഈ ഇന്ന് തന്നെ ഇപ്പം മറ്റ് 2 സിനിമകൾ കൂടി, ഇനി ഗുഡ് ബാഡ് അഗ്ലി ഇവിടെ റിലീസായി, അതുപോലെ തന്നെ മറ്റ് 2 സിനിമകൾ കൂടെ വരുന്നുണ്ട്. നസ്ലിൻ നായകനായ സിനിമ, അതുപോലെ ബേസിൽ നായകനായ സിനിമ. അപ്പോൾ തിയേറ്ററുകൾ വീണ്ടും നിറയാണ്. നിങ്ങൾ ഈ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്വം കൂടെ അല്ലേ? എല്ലാ മലയാള സിനിമയും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. കാരണം അവരുടെ കഷ്ടപ്പാട്, പ്രൊഡ്യൂസറുടെ കാശ്, ഒരു സംവിധായകന്റെ സ്വപ്നമൊക്കെയാണ് ഒരു സിനിമ. എല്ലാ സിനിമയും ഓടണം. മമ്മൂട്ടി ഫാൻസാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തിയേറ്ററുകളിൽ ഉണ്ടാകുന്ന ഉണർവ്, ആദ്യം എമ്പുരാൻ, തൊട്ട് പിന്നാലെ മമ്മൂട്ടിയുടെ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു ചിത്രം, പിന്നെയും സിനിമകൾ ധാരാളമായി തിയേറ്ററിലേക്ക് വരട്ടെ, എല്ലാവരുടെയും ചിത്രങ്ങൾ വിജയിക്കട്ടെ, സിനിമയ്ക്കത് മൊത്തത്തിൽ ഗുണമാകട്ടെ എന്ന ആശംസകളാണ് അവർ നൽകുന്നത്. ഇന്ന് തന്നെ ഇറങ്ങുന്ന മറ്റു ചില ചിത്രങ്ങൾ കൂടിയുണ്ട്. ആലപ്പുഴ ജിംഖാന എന്ന നസ്ലിൻ്റെ ചിത്രം. നസ്ലിനും വളരെ വലിയ ഇൻഡസ്ട്രി ഹിറ്റുകൾ സമ്മാനിച്ച ഒരാളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിയേറ്ററുകൾ നിറയുന്നു എന്നുള്ളതാണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം എമ്പുരാൻ പോലെ ഒരു ചിത്രം തിയേറ്ററുകളിൽ ത്രില്ലടിപ്പിച്ചപ്പോഴാണ് തിയേറ്ററുകാർ പലതും പറഞ്ഞത്. തങ്ങൾ വർഷങ്ങളായിട്ടുള്ള തങ്ങളുടെ പല ചിത്രങ്ങൾ മൂലം ഉണ്ടായ കടം, പലപ്പോഴും തിയേറ്ററുകൾ നിറയാറില്ല, ആൾക്കാർ തിയേറ്ററിൽ കയറാറില്ല, തിയേറ്ററുകൾ ഓടിക്കുന്ന നഷ്ടമാണ്. ഈ കടകളൊക്കെ വീട്ടിയത് എമ്പുരാന്റെ കാലത്താണ്. എമ്പുരാൻ വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ സ്വാഭാവികമായും അവർ ആഗ്രഹിച്ചതും അത് തന്നെയാണ്. കൂടുതൽ സിനിമകൾ വരുന്നുണ്ട്. ഇന്ന് തന്നെ വേറെയും ചില സിനിമകൾ റിലീസാണ്. ഇന്ന് മരണമാസം റിലീസാണ്. അതേപോലെ തന്നെ ആലപ്പുഴ ജിംഖാന റിലീസാണ്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവായിട്ട് കൂട്ടുകയാണെങ്കിൽ പുള്ളി തന്നെ കൊണ്ടുപോകും, മമ്മൂക്ക തന്നെ കൊണ്ടുപോകും. തിയേറ്ററുകൾ വീണ്ടും സജീവമാവുകയാണ് എമ്പുരാന് ശേഷം. എമ്പുരാൻ ഒരു വലിയ മാസ് വിജയം സമ്മാനിച്ചതിന് ശേഷം തിയേറ്ററുകൾ ഉണരുകയാണ്. എങ്ങനെയാണ് ഇനി വീണ്ടും വേറെ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്? എങ്ങനെയാണ് പ്രതീക്ഷകൾ? അല്ല, നല്ല ഇപ്പം ബസ്സൊക്കെ കണ്ടിട്ട് വന്നതാണ്. നല്ല അടിപൊളി പടമാണ്. ഇപ്പോൾ കുറേ നാളത്തെ ശേഷം ഞാൻ പറഞ്ഞില്ല, എമ്പുരാന് ശേഷം വീണ്ടും സജീവന് ശേഷം ഇപ്പോഴും ഈ പടത്തിന് ഇന്ന് 4 പടങ്ങൾ ഇറങ്ങണം. 4 മുഖ്യ സിനിമയ്ക്കും പോസിറ്റീവ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കത്തിക്കയറും ഈ ആഴ്ചയും പടം കത്തിക്കയറും. ഒരു ദിവസം തന്നെ പല സിനിമകളുടെ റിലീസ്, പ്രതീക്ഷ ഉണർത്തുന്ന വിവിധ ചിത്രങ്ങൾ. തിയേറ്ററിൽ ആള് കയറുമ്പോൾ ഈ വ്യവസായം രക്ഷപ്പെടും എന്നാണ് മൊത്തത്തിലുള്ള പ്രതീക്ഷ. തിരുവനന്തപുരം ഇരീസ് കോംപ്ലക്സ് തിയേറ്ററിന് മുന്നിൽ നിന്ന് ആർ ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.